ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നേരത്തെ പോലെ തന്നെ സ്ഥിരം ഗെയിമിലേക്ക് പിന്നെ വന്ന്. ഇതെന്താ ഇവിടെ ചെടിച്ചട്ടി വെച്ചേക്കുന്നത്? ഇത് ഞാൻ വെച്ചതല്ലല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് ഇവിടെ ആരോ കൊണ്ട് വെച്ചത്. എനിക്കറിഞ്ഞോടെ. ഇന്ന് നമ്മളപ്പോൾ ഡെസേർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് സിവിക്ക്. ഇതും എല്ലാവരെയും കോപ്പിയൊക്കെ അടിച്ച് ഞാൻ ചെയ്തൊരു സിവിക്ക് പോലത്തെ ഒരു കാറാണ്. ഞാൻ തന്നെ ഇത് ചെയ്തത്. ഇപ്പം കൊള്ളാവോന്ന് അടി കമൻ്റ് ഇട്. നമ്മളിന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കല്ല, അപ്പം ഒന്ന് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ച്. അപ്പം ഞാൻ വിചാരിക്കുന്നത് സ്നോ സിറ്റി പോയാലോ. ഒന്നും തന്നെ നമ്മളെ മറ്റേ സെക്കൻഡ് ഹൗസ് ഉള്ളത് തന്നെ. നമ്മളെ സെക്കൻഡ് ഹൗസല്ല, മറ്റേ ആ ഒരു മഞ്ഞൊക്കെ വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിരുന്നില്ലേ ആ സ്ഥലം. അപ്പം ഈ വീഡിയോ ഒരു ഇച്ചിരി ലെങ്ത്ത് കാണും. നമ്മൾ സിവിക്ക് ആയതുകൊണ്ട് 0 ആണ് ഇതിൻ്റെ ടയർ. കണ്ട, അതുകൊണ്ട് ബ്രേക്കൊന്നും പിടിച്ച സ്ഥലത്ത് പോലും കിട്ടൂല. ഇതായിപ്പോൾ. പിന്നെ ഒന്നാമത്തെ വണ്ടി ലോവർ. എവിടെയോ എനിക്കൊരിതുണ്ടായിരുന്നു. ഇപ്പം എന്താണെങ്കിലും എടുക്കണ്ട നമുക്ക്. പിന്നെ വന്നാൽ അവിടുത്തേക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിലത്തേക്ക് ക്യാഷ് കളക്ട് ചെയ്യും. ഇപ്പം എന്താണെങ്കിലും നമുക്ക് വഴി തെറ്റിയായില്ല. നമുക്ക് ഇതുവഴി കയറി പോകാൻ പറ്റും. എനിക്കറിയാം, ഞാൻ നേരത്തേക്ക് ഇതുവഴി വരാറുണ്ട്. അതേ കണ്ട മാപ്പ്. ഗൈസ്, ഇവിടെ ആയിട്ടൊരു വീടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അടിപൊളി വീടാണ്. അത് കഴിഞ്ഞു പോയി തോന്നുന്നതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടെന്തോ ഈ ഏരിയ എവിടെയോ ആയിരുന്നു. ഇവിടെ അല്ല, ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും പോകുന്ന വഴിയുണ്ട്. അത് റിയൽ മണിയുടെ എന്തോ വീടാണ്. അതൊന്നും നമ്മളെടുക്കത്തില്ല. കാര്യം നമ്മൾ ക്യാഷൊന്നും മുടക്കത്തൊന്നുമില്ല ഗെയിമിൽ. ഒരു ഗെയിമിലേക്ക് വേണ്ടി എന്തിനാണ് ക്യാഷൊക്കെ മുടക്കുന്നു? അപ്പം നമ്മൾ കാര്യത്തിൽ നിന്ന് പോയി. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് വിടുകയാണ്. സ്നോ സിറ്റിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആദ്യം തന്നെ പിന്നെ ഡെസേർട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ ഫുള്ളും ഇതല്ലേ, ഈ മണൽ മാത്രമല്ലേ ഉള്ളത്. അതുകൊണ്ട് സ്നോ സിറ്റി, ഒരു സ്നോ സിറ്റിയിലൊരു മൗണ്ടനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലൈംബ് ചെയ്യാനൊക്കെ നോക്കാം. കൊണ്ടിടിച്ച് നല്ല പണിയാണ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. വണ്ടി ഒന്ന് നിർത്തി നോക്കാം നമുക്ക്. ഗ്ലാസ് ചെറുതായി ഒന്ന് ക്രാക്ക് വീണു. പിന്നെ എനിക്ക് തോന്നി ഈ സൈഡ് എന്തോ ഒരു പ്രശ്നമുള്ളത് വരെ. ബാക്ക് സൈഡും പോയി. എൻ്റെ പൊന്നോ, അത് നല്ല പണിയാണ് കിട്ടിയ. വൈഡ് ബോഡി കിറ്റായിരുന്നു നമ്മളിട്ട്. അതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടവൻ വിചാരിച്ച് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. സാരമില്ല, നമുക്കിനി പോകാം എന്താണെങ്കിലും. ഇപ്പോൾ ഇതാണ്ട ഭയം, കമ്പിയിലൊന്നും ഇടിച്ചില്ല. നമുക്കിവിടെ ഇവിടെ പെട്രോൾ അടിക്കാമല്ലോ. എൻ്റെ പൊന്നി, ഇതൊന്നും വളയല്ലേ ഈ വണ്ടി. ഈ ടയർ സീറായിരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും വളയാത്ത. ഇവിടേക്ക് ഒരു പെട്രോൾ അടിക്കാം. നമ്മൾ വണ്ടി അവിടെ പെട്രോൾ അടിക്കുന്നുണ്ട്. ഇവിടെ ടയർ മാറ്റാൻ വല്ലതും പറ്റുമോ? ഇല്ല, റിപ്പയർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാറ് റിപ്പയർ ചെയ്തിട്ട് പോവാം. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അതാ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ഉണ്ട്, ഫുള്ള് പോയി കിടക്കാം. അപ്പം പിന്നെ നമുക്ക് അതും കൂടി അങ്ങ് ചെയ്തേക്കാം. ഇനിയെങ്കിലും സൂക്ഷിച്ചൊക്കെ ഒന്ന് ഓടിക്കാൻ നോക്കാം. ഇവിടെ ഇടിക്കാതെ എടുക്കണം. ഇടിക്കല്. ഫ്രണ്ട് എടാ, ഇത് പണിയായാലും അതെ. അവിടെ ലിപ്പ് തട്ടിയിരിക്കുക. തിടിച്ച് വലിയ കുഴപ്പമുണ്ടാകത്തില്ലായിരിക്കും. നമുക്ക് ഇൻസൈഡ് വ്യൂ തന്നെ ഇടാം. സിവിക്കൊക്കെ റൈറ്റ് സൈഡിൽ സ്റ്റിയറിങ് ആയതുകൊണ്ട് ഇൻസൈഡ് ഇട്ടൊക്കെ ഓടിക്കാൻ നല്ല രസമാണ്.
പക്ഷേ ആ BMW M5 അത് നടക്കത്തില്ല, ഭയങ്കര പാടായിരിക്കും ഓടിക്കാൻ. ലെഫ്റ്റ് സൈഡിലല്ലേ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതാ പിന്നെ കൺട്രോളും പെട്ടെന്ന് കിട്ടിയാലേ. ഇത് അധികം വലിയ സ്പീഡൊന്നും ഇല്ലാതൊക്കെ പോവാ. ഇടിക്കും. എൻ്റെ പൊന്ന്, ആ വണ്ടിയിൽ നിന്ന് പുക ഉണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് കട്ടൊക്കെ ചെയ്ത് പിന്നെയും ഒക്കെ ചെയ്യാൻ ശേഷം കഴിയല. ഇപ്പം അങ്ങനെ തന്നെ പോട്ടെ. ഇത് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കത്തിച്ച് വിടാം. ഇപ്പം 340, 42 ആ റേഞ്ചിലാണ് പോകുന്നത്. കുഴപ്പമില്ല, പോട്ടെ. ഇവിടെ ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിലാണ് പണി. ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, ഹാൻഡ് ബ്രേക്ക് ഇടണം. നേരെ പിടിച്ച് അതേ പിന്നെ നടക്കൂ. ഇപ്പം ഞാൻ മിണ്ടാത്തത് ഈ വണ്ടി ഇങ്ങനെ തന്നെ പോവാന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാത്ത. പിന്നെ ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ബോറടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത് കുറേ ഇനിയും അങ്ങോട്ടുണ്ട്. അത്യാവശ്യം അടുത്തെത്താറായി. കുറച്ചുകൂടി ഉള്ളു ഇനി. മിക്കവാറും ഈ വീഡിയോ നല്ല ലെങ്തായി കാണും. ഇപ്പം തന്നെ 6 മിനിറ്റ് 38 സെക്കൻഡ് എന്തോ ഇപ്പം. കഴിഞ്ഞ ഇത് കണ്ട ഈ സൈഡ് തന്നെ പണിയിട്ട് കണ്ട കാണാൻ പറ്റുമെന്നാണ്. ഞാൻ ഡ്രോൺ വിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട ഇവിടുന്ന് ഇതായി നിൽക്കുന്ന. പക്ഷേ ഇതേ സമയം ഇപ്പുറത്ത് വലിയ കുഴപ്പമില്ല. കണ്ട ഇപ്പുറത്ത് മഴയായിരിക്കുന്നു. ആ സൈഡ് പോയി. ഒന്ന് റിപ്പയർ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്തത് മാപ്പ് ഇട്ടില്ലല്ലോ. സീക്കായതുകൊണ്ട് കത്തിച്ച് വിട്ട് പോകും നമ്മൾ. ഇപ്പം തന്നെ 7 മിനിറ്റ് എന്താ. എനിക്കൊന്ന് മിക്കവാറും ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. ഇത്ര ബോറായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ. ഇതെങ്ങനെ പോകും? ഇപ്പുറത്ത് യൂട്ടേൺ എടുക്കാം വല്ല സ്ഥലവും. ഇപ്പുറത്തെ ഹെഡ്ലൈറ്റ് ഇപ്പോഴത്തെ യൂട്ടേൺ വല്ല സ്ഥലം എന്തെങ്കിലും ഉണ്ടാടേ. എനിക്കൊന്ന് അപ്പുറത്തെ സൈഡ് വരേണ്ടി വരും. നമ്മൾ വന്നത് റോങ് സൈഡാണെന്നാണ് തോന്നുന്നത്, വെറുതെ അല്ല. ഇതാണ് സ്ഥലം. നമ്മൾ വന്നതെന്തോ റോങ് സൈഡ് കയറി നമ്മൾ വന്ന്. ഇനിയില്ലെങ്കിൽ ആ വഴി കുറഞ്ഞു വരേണ്ടി വന്നാണ്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഇതാണ് കറക്റ്റെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നേരെ പോവാം. മാപ്പ് ഇട്ടതല്ലേ, ശരിയായിരിക്കും. അതാണ്ട് എത്തി. ബ്രേക്ക് പിടിച്ചോ? ഗുഡ്. ബ്രേക്ക് അവിടെ നിന്ന് പിടിച്ചോണ്ട് ഇവിടെയെങ്കിലും എത്തി. ഇനി വണ്ടി നീങ്ങാൻ നല്ല പാടായിരിക്കും. ഡ്രിഫ്റ്റൊക്കെ അടിച്ച് പോകാൻ. ഇതുവരെ ഞാൻ വിചാരിച്ച് ഈ സിംഗിൾ പ്ലെയർ ഇട്ടേക്കുന്ന ഇതിലാരാണ് ഈ BMW M5 ഒക്കെ കൊണ്ട് എങ്ങനെ പ്ലെയർ കയറിയത്? സിംഗിൾ പ്ലെയർ ഓഫ്ലൈൻ അല്ലേ. ഇവിടുത്തെ മോഡ് മിക്കവാറും കയറാൻ പറ്റിയല്ല. കാര്യം ആദ്യമേ ഞാൻ ഈ മാപ്പ് കളയട്ടെ. ഇവിടെ നമുക്കെന്തോ ക്യാഷ് കിട്ടത്തില്ല. ഈ പെട്രോൾ പമ്പ് നമ്മളല്ലേ. ശരിയാ, ക്യാഷ് കിട്ടും. എത്ര കിട്ടും? 35 കിട്ടി. ഇവിടുന്ന് എങ്ങനെ പുറത്തേക്കാണ്? ഓക്കെ, നമ്മൾ പുറത്തിറങ്ങി. ഇനി മാപ്പേ വല്ല മാർക്ക് ഇട്ട് വെക്കാം. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഇങ്ങോട്ട് പോവാം. ഇവിടെ മാർക്ക് ഇടും.
Drifted for 10 km, keep going. New badge. എൻ്റെ പിന്നെ നമ്മൾ ഏത് വളവ് വന്നാലും ഡ്രിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ ബാഡ്ജ് തരാതിരിക്കുക. അവർ വിചാരിക്കാണ്ട് ഇത് ഡ്രിഫ്റ്റ് അടിക്കാൻ വേണ്ടി എടുത്ത കാർ. ഇത് പക്ഷെ നമ്മളെ ഫേവറേറ്റ് കാർ. ശരിക്കും എൻ്റെ ഫേവറേറ്റ് M5 ആണ്. BMW. 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കും. ഇപ്പോൾ 10 മിനിറ്റ് എന്തോ ആയിട്ടുണ്ട്, അങ്ങനെയാ തോന്നുന്നു. ഇവിടുന്നാണ് കയറുന്നത്. ഇവിടുന്ന് ജാമായി കൊള്ളാം. ഓക്കെ, എൻ്റെ പൊന്നു ഇത് സെറ്റാട്ടാ. ഈ പ്ലേസ് പൊളിയായി. ഇത് ഇവിടെ BMW M5. ഇതെന്താ ഇത് കയറുമെന്ന് തോന്നില്ല. എൻ്റെ ഓഫ് റോഡ് എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ ഇട്ട് എങ്ങനെ വളയ്ക്കും? വളച്ച് എൻ്റെ പൊന്ന, ഇത്രയും സീനാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ. എവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ടോ? അത് അങ്ങോട്ട് ഇറങ്ങാവോ നമുക്ക്? അങ്ങോട്ട് പോയി എൻ്റെ ആന ഡ്രിഫ്റ്റ് അടിക്കുക. കൊള്ളാം. ഈ സ്ഥലം ഡ്രിഫ്റ്റ് അടിക്കാൻ അടിപൊളിയാണ്. ഇപ്പോൾ 15 മിനിറ്റ് എന്തൊക്കെ ആകാറായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെന്നിടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ഇട്ടല്ലോ, അപ്പോൾ ഇത് ചിലപ്പോൾ ഇനി അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോൾ വരുത്തുള്ളൂ. ഞാൻ ഫ്രീ ആകുമ്പോഴേ എടുത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.